ഹലോ, എല്ലാവർക്കും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഏത് പ്രായത്തിലും നല്ല ചുറുചുറുക്കോടെ യങ്ങായി നല്ല സൗന്ദര്യത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് എല്ലാവർക്കും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ആദ്യം കാണാം. അപ്പോൾ അതിലുള്ള ഒരു പോയിന്റാണ് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞ പുതിയ പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അങ്ങനെ ആ വീഡിയോ കണ്ട എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് വന്ന്, അതായത് നീ പറഞ്ഞത് തെറ്റാണ്. ഈ ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം അവർ കോളേജിലോ ഓഫീസിലോ അല്ലെങ്കിൽ പുറത്തായിരിക്കും മിക്കവാറും ഉള്ളത്. അപ്പോൾ അവർക്ക് അതൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും അവനവൻ്റെ ജീവിതവും അങ്ങനെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു കാലഘട്ടമാണ് 50+ അങ്ങോട്ടുള്ള കാലങ്ങൾ. അപ്പം എങ്ങനെയാണ് പുതിയ ഫ്രണ്ട്സൊക്കെ കണ്ടുപിടിക്കുക? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല അത് നടക്കാത്ത കാര്യമാണ്. നീ പറഞ്ഞ ആ പോയിന്റ് തെറ്റാണ് എന്നുള്ളൊരു ഉപദേശമാണ് എനിക്ക് തന്നത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ശരിയാണല്ലോ, ചെറുപ്പക്കാർക്കാണെങ്കിൽ അവസരങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ പറയും പോലെ ഒരു 50+ കഴിഞ്ഞവർക്ക് അത്ര തന്നെ അവസരങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് പുതിയ ഫ്രണ്ട്സൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ള ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ചോദ്യമാണ് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം. ഏത് പ്രായത്തിലും ഫ്രണ്ട്ഷിപ്പ് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ ഒരു ഒറ്റയ്ക്കായി പോകുന്ന ഒരു കാലം, നമ്മൾ തന്നെ സ്വയം ചുരുങ്ങി ഒറ്റയ്ക്ക് ഒരു ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന ഒരു കാലത്ത്, അപ്പോൾ നല്ലൊരു കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടെങ്കിലും നമുക്കുണ്ടെങ്കിൽ ആ സമയത്തുള്ള നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ടും, അതുപോലെ നമുക്ക് കുറച്ചും കൂടെ സന്തോഷിക്കാം. അവരുമായിട്ട് സംസാരിക്കുന്നു, അവരെ കാണുമ്പോൾ ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷം അതൊരു വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഏത് പ്രായത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രഷ്യസ് ആണ്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ക്ലബിലോ മെമ്പറാവുക. എന്താണ് ഗ്രൂപ്പ്? അതായത് നിങ്ങൾക്ക് ഇഷ്ടം പാട്ട് പാടാനാണെങ്കിൽ പാട്ടുകാരൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അതിൽ മെമ്പറാവുക. ഡാൻസ് കളിക്കാനുള്ള ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് കളിക്കുന്നവരുടെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിൽ മെമ്പറാവുക. അതല്ല നിങ്ങൾക്ക് കുക്കിംഗ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതല്ല നിങ്ങൾ ഫ്ലാറ്റിലാണെങ്കിൽ ഒരു ഫ്ലാറ്റിൻ്റെ അസോസിയേഷൻ ഉണ്ടാവും, അതിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാവും, അതിലെ മെമ്പറാവുക. അതല്ലെങ്കിൽ ഇപ്പം അന്യനാട്ടിലാണ്, ബാംഗ്ലൂരിലൊക്കെയാണ് പറഞ്ഞാൽ ഒരുപാട് മലയാളി അസോസിയേഷൻ ഉണ്ട്, അങ്ങനത്തെ അസോസിയേഷനിൽ മെമ്പറാവുക. അങ്ങനെ എല്ലാ ഭാഗത്തും ഉണ്ടാവുമല്ലോ. അതല്ലെങ്കിൽ ഒന്നുമല്ലെങ്കിൽ നമുക്ക് ചുറ്റുമ്പോൾ എന്താ കുടുംബശ്രീ പോലുള്ള പരിപാടികൾ ഉണ്ടാവില്ലേ, അതിൽ മെമ്പറാവുക. എന്നിട്ട് മെമ്പറായാൽ മാത്രം പോരാ, അവർ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാംസിന് അറ്റൻഡ് ചെയ്യുക, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ നമ്മളുടെ ആ വൈബിലുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ക്ലബുകളിലോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രൂപ്പുകളിലൊക്കെ മെമ്പറായിട്ട് അതിൽ നമ്മൾ പങ്കെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ അതേ വൈബുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറേ കാലമല്ല, നമ്മുടെ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഇങ്ങനെയുള്ള ഓരോ ഗ്രൂപ്പിൽ നിന്നും കിട്ടും. അപ്പം ഇതാണ് ഒരു കാര്യം. അടുത്ത രണ്ടാമത്തേത്, വോളണ്ടിയർ ആവുക. ഏതെങ്കിലും ഒരു സോഷ്യൽ വർക്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൻ്റെ വോളണ്ടിയർ ആവുക. അപ്പം നമ്മളിങ്ങനെ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ വോളണ്ടിയർ ആവുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ മെൻറ്റാലിറ്റിയിലുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ആ വഴി നമുക്ക് നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, അതായത് സോഷ്യൽ വർക്ക് ചെയ്യുക, അതിന് വോളണ്ടിയർ ആവുക. അത് സമൂഹത്തിനും നല്ലതാണ്. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ബോംബ് തന്നെയാണ്
ഈ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നതിലൂടെ അതിലൂടെ നമുക്ക് കിട്ടുന്ന നല്ലൊരു എന്താ പറയുക ഫ്രണ്ട് സർക്കിൾ. അപ്പം അടുത്തൊരു കാര്യം, ക്ലാസ്സിൽ ചേരുക. ഏത് ക്ലാസ്സിൽ ചേരുക? ഏത് ക്ലാസ്സിലും ചേരാം. നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ താല്പര്യമുണ്ട്, പാട്ട് പഠിച്ചോ. ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട്, ഡാൻസ് ക്ലാസ്സിന് ചേരുക. വയലിൻ വായിക്കാൻ താല്പര്യമുണ്ട്, വയലിൻ ക്ലാസ്സിന് ചേരുക. അങ്ങനെ എന്തെങ്കിലും ഡ്രൈവിംഗ്, അതെല്ലാം നമുക്ക് പഠിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ പഠിക്കണം, അത് ചേരാം. ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ചേരുക. ഇങ്ങനെ ചേരുമ്പോൾ കുറേ നമ്മളെപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ബ്രെയിനിൽ കൊടുക്കുന്ന വലിയൊരു എക്സസൈസും വലിയൊരു വിറ്റാമിനുമാണ്. രണ്ട്, നമുക്ക് ആ ഒരു പ്രായത്തിൽ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രണ്ട്സ് കണ്ടുപിടിക്കാമെന്നുള്ളൊരു പ്രായം കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകളിൽ ചേരുന്നതിലൂടെ നമ്മളുടെ അതേ വൈബുള്ള കുറേ ആൾക്കാർ അവിടെ ഉണ്ടാവും. അവരായിട്ട് നമുക്ക് കൂട്ടുകൂടാം, നമുക്ക് പുതിയ കൂട്ടുകാരെ അങ്ങനെ കണ്ടുപിടിക്കാം. ഈ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഞാൻ അതിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ല, പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഓൺലൈൻ സൈറ്റാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ വൈബിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ അത് വളരെ ഡേഞ്ചറാണ്. ഞാൻ അതിനൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മളറിയാത്ത ആൾക്കാരായിരിക്കും അവിടെ. പക്ഷെ അങ്ങനെയും പറ്റും എന്നുള്ള ഒരു അവസരം, അങ്ങനെ ഒരു അവസരം ഉണ്ടെന്ന് മാത്രം പറയുന്നതാണ് ഈ ഒരു സോഷ്യൽ മീഡിയൻ്റെ ഒരു പോയിന്റ്. അത് വളരെ സൂക്ഷിച്ച് ഒരു 50+ ഒക്കെ എത്തുമ്പോൾ നമ്മൾ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ മെച്യൂരിറ്റി എത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ അബദ്ധങ്ങളിലൊന്നും പോയി ചാടില്ല. പക്ഷേ എന്നാലും സൂക്ഷിക്കുക. അങ്ങനെയും ഒരു അവസരമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു പ്രായം കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ അറിയാത്തവർ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവർ, അവസരമില്ല എന്ന് വിചാരിക്കുന്നവർ, അവസരമില്ലാത്തവർക്കൊക്കെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റിയ 2-3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത്രേ പറയാനുള്ളൂ. ഇനി സുഹൃത്തുക്കളെ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നിലനിർത്താൻ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വരും. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വേണ്ടത് നമ്മൾ അവരുമായിട്ട് തുറന്ന് സംസാരിക്കുക. ഒരു സ്മൈൽ എപ്പോഴും നമ്മളുടെ ഫേസിലുണ്ടായിരിക്കണം, അവരെ കാണുമ്പോഴും അവരായിട്ട് സംസാരിക്കുമ്പോഴും. കാരണം അവർക്കൊരു പോസിറ്റീവ് വൈബ് നമ്മളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയാലാണ് തിരിച്ച് അവരുടെ അടുത്തും അവരുടെ പോസിറ്റീവ് വൈബ് നമ്മൾക്കും കിട്ടുള്ളൂ. അപ്പോൾ ഏത് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞ കാര്യമില്ല, അത് നമ്മൾ നിലനിർത്താനും പറ്റണം. സുഹൃത്തുക്കളെ ഉണ്ടാക്കി അത് നിലനിർത്താൻ പറ്റണം എന്ന് പറഞ്ഞാൽ എങ്ങനെ നിലനിർത്തും? അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. ആ ഒരു കാര്യങ്ങളും കൂടി ഞാൻ വളരെ സ്പീഡിൽ പറഞ്ഞോളാം. എപ്പോഴും നമ്മൾ അവരുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. നമ്മളെപ്പോഴും അവരുമായിട്ട് സംസാരിക്കാനുള്ള, കണ്ടുമുട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുക്കണം. അതെങ്ങനെയാണ്? ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പുറത്ത് പോയിട്ട് ഒരു ചായ കുടിക്കുക, അവിടെ ഇരുന്ന് കുറച്ച് ഗോസിപ്പൊക്കെ പറയുക. അതിന് പറ്റാത്തവരാണെങ്കിൽ, എപ്പോഴും അപ്പോൾ ആഴ്ചക്കൊന്നും പുറത്ത് പോകാൻ പറ്റാത്തവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വീഡിയോ കോൾ ചെയ്യുക. എല്ലാവരും ചേർന്ന്, നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട് സർക്കിൾ എല്ലാവരും ചേർന്ന് വീഡിയോ കോൾ ചെയ്യുക. എന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക. ഈ പറയുമ്പോൾ പരദൂഷണോ എന്തൊക്കെയാണ് നടന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പ് സ്ട്രോങ് ആക്കാനും നിലനിർത്താനും പറ്റിയ ഒരു വഴിയാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ്, എല്ലാവരും ചേർന്ന് എപ്പോഴെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമോ 15 ദിവസം കൂടുമ്പോൾ എല്ലാവരും ചേർന്ന് നമ്മൾ പുറത്തു പോകാം. പുറത്തു പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. എല്ലാവരും ഒന്ന് ആ ഒരു സുഖം, ആ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരുവിധം എല്ലാവരും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ, 50 വയസ്സെന്ന് പറഞ്ഞാൽ അവരുടെ മക്കളൊക്കെ സെറ്റിലായിട്ട് വേറെ ആയിരിക്കും. ചിലപ്പം വീട്ടിൽ തന്നെ ഉണ്ടാവും, പക്ഷെ അവരുടേതായ ഒരു ലോകത്തും അവരുടേതായ ഒരു ജീവിതത്തിലായിരിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു കാലമാണ് ഈ 50 കഴിഞ്ഞിട്ടുള്ള കാലങ്ങൾ.
ഈ സമയത്ത് നമ്മൾ കുറച്ച് കൂട്ടുകാരായിട്ട് പുറത്തു പോവുക, നമ്മളുടേതായ ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാവും. വേറെ നമ്മുടെ സൗഹൃദം നിലനിർത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പങ്കിടുക, അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യുക. എന്താ ഷെയർ ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്താണ് ഒരു ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദിവസം ഇന്നൊരു ദിവസം ബിരിയാണി ഉണ്ടാക്കി, അപ്പോൾ കുറച്ചെടുത്തിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾക്കും അവർക്കും അതൊരു വലിയൊരു സന്തോഷമാണ്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവാനുള്ള ഒരു മാർഗമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ ഭക്ഷണം മാത്രമായിരിക്കണമെന്നില്ല. ഇപ്പോൾ ദൂരെയുള്ള ഒരു ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ ചെയ്യുക, അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി അല്ലെങ്കിൽ ചായ കുടിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ ഇടുക, ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യും. എല്ലാം നമ്മൾ മാത്രം ഒന്നും സന്തോഷിക്കാനോ ദുഃഖിക്കാനോ ഒന്നും നമുക്ക് ഒറ്റയ്ക്ക് മാത്രം പറ്റില്ല. ദുഃഖം പിന്നെയും പറ്റും, പക്ഷെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഞാൻ കുറച്ച് കൂടുതൽ ഇങ്ങനെ ആവുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ സന്തോഷം ഷെയർ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി അതിന് ആ സന്തോഷത്തിനൊരു സന്തോഷം കൂടുതലുണ്ടാവുക. മനസ്സിലായോന്ന് അറിയില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെയാണ്. അതായത് നമ്മൾ ദുഃഖം നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ ആരോടും പറയണ്ട, ആ ദുഃഖങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് സഹിച്ചാൽ മതി. പക്ഷെ സന്തോഷം അങ്ങനെയല്ല. സന്തോഷം നമ്മൾ എല്ലാവരുമായിട്ട് പങ്കിടുമ്പോൾ അത് വലുതാവും. ആ ഒരു സന്തോഷം വലിയൊരു സന്തോഷമായി മാറും. അത് നിങ്ങൾ ചെയ്ത് നോക്കി അറിയില്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. പിന്നെ ഏതൊരു ബന്ധത്തിനും അടിസ്ഥാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, റിലേഷൻഷിപ്പ് ആവാം, ഹസ്ബൻഡ് വൈഫ്, അച്ഛനമ്മ, സഹോദരൻ സഹോദരി, ഏത് ബന്ധമാണെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് അപ്പുറം ഇരിക്കുന്ന ആള് പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അത് വളരെ നിർബന്ധമാണ്. നിങ്ങളുടെ ഫ്രണ്ട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധയോടെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിടുകയല്ല, ശ്രദ്ധയോടെ കേട്ട് ആ ഫീലോടെ കേട്ട് മനസ്സിലാക്കി അത് പറ്റുവെച്ചാൽ നമ്മളാൽ പറ്റുന്ന മെൻ്റൽ സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുക. അതാണ് ഒരു ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പം അതും നമ്മുടെ ഈ സുഹൃത്ത് ബന്ധം നിലനിർത്തണമെങ്കിൽ ആ കാര്യം കൂടി നന്നായി ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പൈസയും കൊണ്ട് ചിലപ്പോൾ സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ പ്രോപ്പർട്ടി കൊടുത്തിട്ട് സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒന്നും വേണ്ട, അതൊന്നും ആരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഒരു മെൻ്റൽ സപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാൻ നമ്മൾ പറ്റണം, അതിന് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ നമ്മളുടെ എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യം അതായിരിക്കും. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് ഉണ്ടാവാം, അതിനെ നിലനിർത്താൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പാണ്. വേറൊരു കാര്യം, അതായത് ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയെടുക്കാനും അത് നിലനിർത്താനും നമുക്ക് വേണ്ടത് വളരെ പരിശ്രമം വേണം. അതുപോലെ തന്നെ നല്ല ക്ഷമയും വേണം. അങ്ങനെ 1-2 ദിവസങ്ങൾ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. നല്ല ക്ഷമയും വേണം, അതുപോലെ നല്ല എന്താ പറയുക, പരിശ്രമം വേണം. വെറുതെ വീട്ടിലിരുന്നിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതിനുള്ള പരിശ്രമം വേണം. പിന്നെ അത്ര തന്നെ പരിശ്രമം വേണം പറയുന്നത്. നല്ല സുഹൃത്തുക്കൾ ഒരു 50+ കഴിഞ്ഞ ജീവിതത്തിന് സന്തോഷവും അതുപോലെ നമുക്കൊരു മെൻ്റൽ സപ്പോർട്ടും ഒരു ഫിസിക്കൽ സപ്പോർട്ടും ഒക്കെ നല്ല സുഹൃത്ത് ബന്ധത്തിന് നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അതുവഴി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളുടെ ആ ഒരു 50+ ഉള്ള കാലഘട്ടം കുറച്ചുകൂടെ ആരോഗ്യത്തോടെ, കുറച്ചുകൂടെ മനസ്സമാധാനത്തോടെ, കുറച്ചുകൂടെ സന്തോഷത്തോടെ, കുറച്ചുകൂടെ യങ്ങായി, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ യങ്ങായിരിക്കണമെങ്കിൽ, മനസ്സ് യങ്ങായിരിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ടാവണം. ആ സുഹൃത്ത് വലയം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിലനിർത്തുന്നത്
എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ഒരു 40+ കഴിഞ്ഞ ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് ചെയ്യുക, അറിയാനും. ഞാൻ ഇതുപോലെയുള്ള നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതും കൂടെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വീഡിയോ കൂടി എനിക്ക് എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്താ ഇൻട്രസ്റ്റ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വീഡിയോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനത്തെ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അതും കൂടെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ എന്താ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ.